പ്രിയ പ്രേക്ഷകരെ, ഇന്ന് പറയാൻ പോകുന്നത് സ്വർഗലോകത്തെക്കുറിച്ചാണ്. സ്വർഗലോകത്തെ പറ്റി എല്ലാവരും പറയും, സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണം. ചിലയാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവാം, ആത്മാവ്. ചില ആളുകൾ അങ്ങനെ ജീവനോടുകൂടി തന്നെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഉടലോടുകൂടി സ്വർഗത്തിൽ പോയത് നാരദ മഹർഷിയാണ്. അദ്ദേഹം ത്രിലോക സഞ്ചാരിയാണ്. അദ്ദേഹം സ്വർഗത്തിൽ പോവും, ഭൂമിയിൽ വരും, പാതാളത്തിൽ വരും, വൈകുണ്ഠത്തിൽ പോവും, കൈലാസത്തിൽ പോവും. അദ്ദേഹം ഇങ്ങനെ പലയിടത്തിലും സഞ്ചരിക്കും. എന്നിട്ട് അവിടെയുള്ള ദേവന്മാർ എങ്ങനെ പൂജിക്കണം, എങ്ങനെ അവരെ പൂജിക്കാൻ സാധിക്കും, പൂജയെല്ലാം പഠിപ്പിച്ചത് നാരദ മഹർഷിയാണ്. പിന്നെ ഉടലോടുകൂടി സ്വർഗത്തിൽ പോയത് രാവണനാണ്. രാവണൻ സ്വർഗത്തിൽ പോയി അവിടെ എല്ലാം കണ്ട് അവിടുന്ന് തേങ്ങ, അടക്ക, വെറ്റില ഇതൊക്കെ അപഹരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോകുക. അദ്ദേഹം ഭൂമിയിലേക്ക് കൊണ്ടുപോയി അടക്ക, തേങ്ങ, വെറ്റിലയെല്ലാം. പിന്നെ ഉടലോടുകൂടി സ്വർഗത്തിൽ പോയത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനും രുക്മണിയും ശ്രീകൃഷ്ണനും കൂടി സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവിടെ ഇന്ദ്രന്റെ ഭാര്യ പാരിജാത പുഷ്പങ്ങൾ ചൂടി മുടിയെടുത്തേക്ക് മുമ്പിലിട്ട് ഇതൊക്കെ കണ്ട് രുക്മണിക്ക് ഒരു കൊമ്പ് നമുക്ക്, ഒരു ചെടീൻ്റെ ഒരു ഭാവം നമുക്ക് ഭൂമിയിലേക്ക് ഒഴിച്ചിട്ടാൽ എന്താ? ശ്രീകൃഷ്ണൻ പറയാൻ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ ഒരു അപമാനം, അതുകൊണ്ട് ചോദിക്കണ്ട, അല്ല നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് അന്ന് നമുക്ക് പോകുമ്പോൾ ആരും കാണാതെ ഒഴിച്ചിങ്ങെടുക്കാം. അങ്ങനെ അവർ കൊമ്പടിച്ച് കൊണ്ടുവന്ന് ഭൂമിയിലേക്ക് ഈ കൊമ്പ് കൊണ്ടുവന്ന് ഇതെങ്ങനെ കൃഷി എന്ന് വെച്ചാൽ ഇതറിയാം സ്വർഗത്തിലുള്ള ഇതില്ല. അപ്പോൾ ബലരാമനെ വിളിച്ച്, അവൻ കൃഷിക്കാരനാണല്ലോ, ബലരാമനോട് ചോദിച്ച് അല്ല ഇത് കൃഷി ചെയ്യണമല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ബലരാമൻ പറഞ്ഞ് സ്വർഗത്തിലുള്ള സാധനമായി ഭൂമിയിൽ എങ്ങനെയാ ഇത് വളരുമെന്ന് എനിക്ക് തിരിച്ചില്ല, എങ്ങനെയാ അത് കുഴിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഭൂമിയിലെ ഉള്ള കൃഷിയല്ല എനിക്കറിയാം, പക്ഷെ സ്വർഗത്തിലെ ഈ കൃഷിനെ പറ്റി എനിക്കറിയില്ല. അപ്പോൾ അത് ആരോട് ചോദിക്കും? അപ്പോൾ നാരദ മഹർഷിനെ കണ്ട് നാരദ മഹർഷി പറഞ്ഞത് ഇത്ര സെൻറ്റിമീറ്റർ ചരിച്ചാണ് ഇത് കുഴിച്ചിട്ടത്. അങ്ങനെ നാരദ മഹർഷിക്ക് കണ്ട് അവിടെ തോന്നി രുക്മണിക്ക് ഇത് അഹങ്കാരം വർദ്ധിക്കും, ഇത് പുഷ്പം ഉണ്ടായി കഴിഞ്ഞാൽ. ബാക്കി എല്ലാവരും ഒരുപാട് ഭാര്യമാരല്ലേ ശ്രീകൃഷ്ണന്. അപ്പോൾ രുക്മണി പറഞ്ഞ് അത് ഏത് ഭാഗത്താണ് കുഴിച്ചിട്ടതെന്ന് ചോദിച്ചു. പണ്ട് അയാള് നാരദ മഹർഷി പറഞ്ഞു ഇത് ഇത്ര സെൻറ്റിമീറ്റർ തെക്കോട്ടായിട്ട് ഇന്നേ പോലെ ഇല്ല. അപ്പം അത് ബലരാമൻ അതുപോലെ കുഴിച്ചിടുകയും ചെയ്ത്. പക്ഷേ പാരിജാത പുഷ്പം ഉണ്ടായി നോക്കുമ്പോൾ അത് പിന്നെ സത്യഭാമേൻ്റെ കൊട്ടാരത്തിനെ കൊണ്ടാണ് പോയി വളർന്നത്. സത്യഭാമ അതെടുത്ത് ചൂടുവെല്ലാം ചെയ്ത് രുക്മണിക്ക് കിട്ടിയുമില്ല. അതിൽ സത്യഭാമേൻ്റെ കൊട്ടാരത്തിനടുത്തായിട്ട് വന്ന് പൂത്തിരുന്നത് ആ ചരിച്ച് നട്ടമുണ്ട്. അപ്പോൾ കൃഷി ചെയ്തതെന്ന് വെച്ചാൽ ബലരാമൻ അറിഞ്ഞൂടാ, അവൻ നാരദ മഹർഷിക്ക് ഇതൊക്കെ അറിയാം. അങ്ങനെ ഇവരൊക്കെ സ്വർഗത്തിൽ പോയിട്ടിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വെച്ചത് തൃശങ്കൂര. അത് വിശ്വാമിത്ര മഹർഷി തപസ്സിൻ്റെ ഫലമായിട്ട് ഇവരെ സ്വർഗത്തിലേക്ക് അയച്ചു. തൃശങ്കൂര സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടി ഇന്ദ്രൻ തട്ടി ഭൂമിയിലേക്കാണ് തട്ടിയിട്ട്. അപ്പോൾ മഹർഷി വിശ്വാമിത്രൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തപശക്തി കൊണ്ടൊരു സ്വർഗം ഉണ്ടാക്കി. എന്നുവെച്ചാൽ സ്വർഗത്തിനും ഭൂമിക്ക് ഇടക്ക് ഒരു സ്വർഗലോകം, അതാണ് തൃശങ്കു സ്വർഗം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്വർഗത്തെ പറ്റി ഏറ്റവും അധികം വിശ്വസിക്കുന്നത് മുസ്ലിങ്ങളാണ്. പിന്നെ ഏറ്റവും അധികം കുറച്ച് വിശ്വസിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികളാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തേക്കാണ് സുഖം, ഇവിടുത്തെ എല്ലാ ജീവിതം സ്വർഗത്തിലേക്കാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് വിശ്വസിക്കുന്ന ഇവർ രണ്ടാണ് കൂടുതൽ കണ്ടത്. പിന്നെ കുറച്ചാളുകൾക്കെല്ലാം വിശ്വാസമുണ്ട്, അതെന്താ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളുണ്ട് ആളുകൾക്ക്. ഇനിയിപ്പോൾ സ്വർഗത്തിലെന്താ നടക്കുന്നത് എന്നുള്ള ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവാൻ സാധിക്കൂ. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ്. പല ഗ്രന്ഥങ്ങളും നോക്കിയിട്ടുള്ള അറിവാണ്, മറ്റുള്ള അറിവുകളൊന്നും ഇടയിൽ കിട്ടുന്നില്ല. പിന്നെ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യങ്ങളുണ്ട്. ഭൂമിയിലെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ്, അമേരിക്ക, ഇതൊക്കെ നല്ല സ്വർഗരാജ്യങ്ങളില്ല ഭൂമിയിലുള്ള. അവിടെ ജീവിക്കാൻ വളരെയധികം സുഖമാണ്. അവിടെ ആളുകൾക്ക് ഒരു സ്വർഗം തന്നെയാണ്. അതൊരു പ്രശ്നമില്ല, സാമ്പത്തികവും അതുപോലെ തന്നെ ജീവിക്കാനും എല്ലാ സൗകര്യവും ഭൗതിക സുഖങ്ങളൊക്കെ ഉള്ള ഇതാണ്.
അമേരിക്ക, ഫ്രാൻസ് ഇതുപോലെ തന്നെ. അതുപോലത്തെ നരകരാജ്യങ്ങളുണ്ട് ചിലത്. അഫ്ഗാനിസ്ഥാൻ പോലത്തെ നരകരാജ്യങ്ങളും ഭൂമിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണാധികാരികൾക്ക് MLA, MP മാർ ഇവർക്കൊരു സ്വർഗലോകം തന്നെയാണ് അവിടെ. കാരണം നല്ല ശമ്പളവും കാര്യവും ബഹുമാനവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ്. അതിന് MLA മാർ, MP മാർ, ഭരണാധികാരികൾ ആയിട്ടുള്ള മന്ത്രിമാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവർക്കൊക്കെ സ്വർഗലോകം ഇവിടെ തന്നെയാണ്. അവർ സ്വർഗത്തിനെ പോലെ തന്നെ ഇവിടെ. അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലെ ആളുകളും അതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ സമ്പന്ന രാഷ്ട്രങ്ങളിലുള്ളവരും സ്വർഗം തന്നെ അവർക്ക് അവരുടെ സാമ്പത്തികങ്ങളിലേക്ക്. പിന്നെ വെച്ചാൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. അത് ആത്മാവാണ് പോകുന്നത്. അത് ആരൊക്കെയാണെന്ന് നോക്കുക. അത് മരണം 4 തരത്തിലാണ്. ഒന്ന് ചത്തുപോവുക, ഒന്ന് മരിക്കുക, ഒന്ന് ജീവൻ പോവുക, അതുപോലെ തന്നെ സമാധിയാവുക. സമാധിയാവുക എന്ന് പറഞ്ഞാൽ സന്യാസിമാരും അതുപോലത്തെ ആളുകളാണ് സമാധിയാകുന്നത്. അപ്പോൾ ചത്തുപോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് മൂത്രനാളിൽ കൂടിയോ അല്ലെങ്കിൽ മലദ്വാരത്തിൽ കൂടിയോ പുറത്തേക്ക് പോകുന്നതാണ് ചത്തുപോകുക എന്ന് പറയുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ വായിക്കൂടി ആത്മാവ് പുറത്തു പോകും. അത് മരിച്ചാൽ നോക്കാം, ചെറിയൊരു വായ് പൊളിച്ചിട്ടുണ്ടാവും. ആ വായിക്കൂടെ ആത്മാവ് പോയതാണ്. ചില ആളുകളുണ്ട് പട്ടിണിയൊന്നും കടന്ന് ഭൗതിക സുഖങ്ങളൊന്നും ഇല്ലാതെ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് അങ്ങനെ മരിക്കുന്നവരുണ്ട്. അവരുടെ ആത്മാവ് കണ്ണ് കൂട്ടിയാവുക, കണ്ണ് തുറന്നിട്ടുണ്ടാവും. അവർക്ക് സ്വർഗലോകം ഉറപ്പാണ്. ഇവർക്ക് സ്വർഗലോകം ഉറപ്പാണ്. പിന്നെ സമാധിയാകുന്നത് മൂർധാവ് കൂടി ആത്മാവ് പോകുന്നത്, മൂർധാവ് പൊട്ടിയിട്ട് അവർക്കും സ്വർഗലോകം കിട്ടും. ചില ആളുകൾ സ്വർഗലോകം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് തന്നെ ദേവന്മാരായിട്ട് വരും, സ്വർഗലോകം ഉപേക്ഷിച്ചുകൊണ്ട്. പിന്നെ ഈ വായിക്കൂടെ ആത്മാവ് പുറത്ത് വരിക്കുക ധാരാളം ധർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവർക്കെല്ലാം കന്യകാദാനം നടത്തി, അതുപോലെ തന്നെ അന്നദാനം നടത്തി. ഇതുപോലെ ആൾക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്കും കിട്ടും സ്വർഗം. ഈ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഒരിക്കലും സ്വർഗം കിട്ടൂല. ആത്മഹത്യ ചെയ്യുന്നവർക്ക് അത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഈ ജന്മം അടുത്ത ജന്മം പോയി എന്ന് പറഞ്ഞതാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ആൾക്ക് ആത്മഹത്യ ആര് ചെയ്ത് അവർക്കൊക്കെ നരകം തന്നെയാണ്, സ്വർഗം കിട്ടുവാൻ പോകുന്നില്ല. പിന്നെ സ്വർഗം കിട്ടുവാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ രക്തസാക്ഷികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ ആളുകൾ, അവർ ധീര രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ, അതുപോലെ തന്നെ പട്ടാളക്കാർ, അതുപോലെ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ, ഇവർക്കൊക്കെ സ്വർഗലോകം കിട്ടും. അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ആളുകളാണ് അവർ. ഇപ്പോൾ യുദ്ധത്തിൽ ഒരാൾ മരിച്ചു പോയി കൂട്ടിക്കോ, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വർഗം കിട്ടും. അതുപോലെ തന്നെ ഒരു അപകടം പറ്റിയിരുന്ന സേനാംഗങ്ങൾ, ആ അപകടത്തിൽപ്പെട്ട് അവർ മരിക്കുന്നത്, അങ്ങനത്തെ ആളുകൾക്കും സ്വർഗലോകം കിട്ടും. മറ്റുള്ള ആളുകൾക്കെല്ലാം കുറച്ച് കാലം കഴിഞ്ഞാലാണ് കിട്ടുന്നത്. ഈ വായിക്കൂടെ മറ്റേ കണ്ണിൽ എല്ലാം ആത്മാവ് പുറത്തു വരി കുറേ കാലം ഭൂമിയിൽ ജീവിച്ചതിന് പിന്നെ സ്വർഗലോകം കിട്ടുന്നതാണ്. മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് ആത്മാവിന് ഗതി കിട്ടേണ്ടി കുറേ കാലം കഴിയും. അത് അങ്ങനെ ഗതി കിട്ടുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ സ്വർഗലോകം കുറച്ച് സമയം നമ്മളെ പാർലമെന്റിലും പോലെ ഇത്ര കാലഘട്ടം ഉണ്ടായി. അതാണ് പിന്നെ സ്വർഗലോകം കിട്ടുന്നതിനാണ് ഓരോരുത്തർ തപസ് ചെയ്യുന്നതൊക്കെ തപസ് കൊടുക്കുക ഇന്ദ്രൻ്റെ ആൾ പറഞ്ഞാക്കുന്നത്. ഇതാണ് അവർക്ക് സ്വർഗത്തിൻ്റെ അധിപതിയായി പോകുന്നതിനാണ് ഓരോ മേനകേനെ ഒക്കെ പറഞ്ഞ് തപസ് മുടക്കുന്നതിൻ്റെ കാരണം അതാണ്. തപസ് മുടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കിട്ടുക വിഷമാണ്. അത് ഇന്ദ്രൻ ചെയ്യുന്ന പണിയാണ്. പക്ഷെ സ്വർഗലോകത്തിൽ ഇത്ര കാലമായിട്ട് അവിടെ പോയിട്ട് ആരും ആടെ നിൽക്കുന്നില്ലല്ലോ. എല്ലാവരും ഇങ്ങോട്ട് ഭൂമിയിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്താണെന്ന കാരണം ചെയ്തില്ല. അപ്പോൾ നാരദമഹർഷിയൊന്നും ഒരിക്കലും സ്വർഗത്തിൽ അവിടെ വേണ്ടി ഇരിക്കാം. സ്വർഗത്തിന് അവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഇരിക്കാം. പക്ഷെ അയാൾ അവിടെ നിന്ന് ഇരിക്കും, അയാൾ ഭൂമിയിലേക്ക് വരും. അതുപോലെ തന്നെ പാതാളത്തിൽ സഞ്ചരിക്കും. അയാൾ സഞ്ചാരിയാണ്. പക്ഷെ സ്വർഗലോകം എന്ന് പറഞ്ഞത് അത് സ്ഥിരമായിട്ടുള്ള ഇതല്ല. അവർ കുറച്ച് കാലാവധി ഉണ്ട് അവിടെ. ഇത്ര കാലം അവിടെ കഴിക്കാം. അത് കഴിഞ്ഞാലും ചന്ദ്രനിലേക്ക് പോയി അവിടുന്ന് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നാൽ ഈ സമാധിയാകുന്നവർക്ക് സ്വർഗലോകം വേണ്ടാന്ന് വെക്കുന്നവർക്ക് ഒരിക്കൽ എല്ലാ കാലവും ദേവന്മാരായിട്ടോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും ജനിക്കേണ്ടിക്ക് അവർക്ക് ജനിക്കുക. ഇതെല്ലാം ഗരുഡപുരാണത്തിലുണ്ട് ഇതൊക്കെ. മറ്റ് സ്വർഗലോകത്തെ പറ്റി നമുക്ക് പെട്ടെന്ന് നാളെ സ്വർഗം കിട്ടും,
എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ആത്മഹത്യ ചെയ്തൊരിക്കൽ ഒരിക്കലും കിട്ടുവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതിരിക്കുക ആളുകൾ. എത്ര കഷ്ടപ്പെട്ടാലും ഇല്ല, നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും സ്വർഗ്ഗലോകം കിട്ടും. പക്ഷെ ആത്മഹത്യ ഇതിലേക്ക് കിട്ടൂല. അങ്ങനെയാണ്. ആത്മഹത്യ അത്രയും പാവമാണ്. എല്ലാ മതങ്ങളും പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ ജന്മവും പോയി, അടുത്ത ജന്മവും പോയി. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഈ സ്വർഗ്ഗലോകത്തെ പറ്റിയുള്ള ഈ വിവരണം, ഈ ചെറിയ വിവരണം എൻ്റെ അറിവിലേക്കുള്ള നിങ്ങൾക്ക് പകർന്നതിന് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.